ആശുപത്രിയിൽ നിന്നും തിരിച്ചയച്ച ഗർഭിണി വഴിമധ്യേ സ്വകാര്യ ആശുപത്രിയിൽ പ്രസവിച്ചു. കുഞ്ഞു മരിച്ചു. സംഭവത്തിൽ ആശുപത്രി അധികൃതരുടെ അനാസ്ഥ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് പരാതി. പത്മന പോരൂക്കര സ്വദേശി നിയാസിന്റെ ഭാര്യയ്ക്കാണ് 5ാം മാസത്തിൽ ദുരനുഭവമുണ്ടായത്. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി തുടർ നടപടിക്കായി ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് കൈമാറി. റെഫർ ചെയ്തിട്ട് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലോട്ട് വന്നാൽ മതി എന്ന് അവർ ഗുളികയും മരുന്നും എല്ലാം തന്നു വിട്ടേ. ആ ഉറപ്പിൻ്റെ പേരിലാണ്. അതുപോലെ തന്നെ എൻ്റെ മകളെ ഡിസ്ചാർജ് ചെയ്തിട്ട് വീൽ ചെയറിൽ കൊണ്ടുവരാൻ വായിച്ചപ്പോൾ അവർ പറഞ്ഞു വീൽ ചെയറൊന്നും എടുക്കണ്ട, കൂളായിട്ട് നടന്നങ്ങ് പോയാൽ അതൊരു കുഴപ്പമില്ല എന്ന് പറയാം. അന്നേരം നമുക്ക് അത്രയും ഉറപ്പുണ്ടായതിൻ്റെ പേരിലാണ് നമ്മളങ്ങനെ വന്നത്. അന്നേരം അവിടെ വന്നപ്പം ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പമ്പിൽ കയറിയപ്പോഴാണ് ഈ വേദന അനുഭവപ്പെട്ടത്. അന്നേരം ഞാനും പറഞ്ഞ ആംബുലൻസ് വിളി, നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞപ്പം ഒരു കാരണവശാൽ പറ്റത്തില്ല, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അങ്ങോട്ട് കയറ്റാമെന്ന് പറയും. അങ്ങനെയാണ് കിംസ് ഹോസ്പിറ്റലിലോട്ട് നമ്മൾ കയറ്റുന്നത്. പന്മന പോരൂക്കര താനിക്കൽ തെക്കേത്തറയിൽ നിയാസിന്റെ ഭാര്യ എസ് സജിനയ്ക്കാണ് ഗർഭിണിയായി 5ാം മാസത്തിൽ ദുരനുഭവമുണ്ടായത്. തിരുവനന്തപുരം SAT ആശുപത്രിയിൽ നിന്ന് തിരിച്ചയച്ച സജിന യാത്രാമധ്യേ അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് കൊട്ടിയത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രസവിച്ചത്. കുഞ്ഞ് മരിച്ചു. SAT ആശുപത്രി അധികൃതരുടെ അനാസ്ഥയാണ് കുഞ്ഞു മരിക്കാൻ ഇടയാക്കിയതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. തുടർന്ന് കുടുംബം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി. ഈ സഹോദരിയുടെ ആരോഗ്യനിലയിലും കുഞ്ഞിന്റെ ആരോഗ്യനിലയിലും സംശയം തോന്നിയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് കൊല്ലം വിക്ടോറിയ ഹോസ്പിറ്റലിലെ അധികൃതർ SATയിലേക്ക് റെഫർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ശരിയായിട്ടുള്ള മതിയായിട്ടുള്ള ചികിത്സ ലഭിച്ചിരുന്നുവെങ്കിൽ ഈ കുഞ്ഞ് ഇന്ന് ജീവനോടെ ഈ സഹോദരിക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ പരാജയമാണ് ഈ കുഞ്ഞിൻ്റെയും ഈ കുടുംബത്തിനുണ്ടായിട്ടുള്ള വിഷമ അവസ്ഥയ്ക്ക് കാരണം. ഇത് ആവർത്തിച്ചുള്ള നിരന്തരമായ ഗുരുതരമായ കൃത്യവിലോപങ്ങളാണ് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മുൻപ് തൊട്ടടുത്തുള്ള എടപ്പള്ളിക്കോട്ടയിലെ വേണു എന്ന സഹോദരനും ഇതേപോലെ മതിയായ ചികിത്സ ലഭിക്കാത്തതിൻ്റെ പേരിൽ ഓട്ടോ തൊഴിലാളി മരണപ്പെട്ട ഒരു വാർത്ത നമുക്ക് കേരളം മുഴുവൻ ചർച്ച ചെയ്യും വിവാദമാവുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഗുരുതരാവസ്ഥയിലെത്തിച്ച ഭാര്യയ്ക്ക് ആവശ്യമായ പരിചരണം നൽകാത്ത ആശുപത്രി അധികൃതരാണ് കുഞ്ഞിന്റെ മരണത്തിന് ഉത്തരവാദിയെന്ന് സജിനയുടെ ഭർത്താവ് നിയാസ് പറഞ്ഞു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം. ഒരു കുഞ്ഞിനായി ഞങ്ങൾ 5 വർഷമായി കാത്തിരിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു വിധി ആർക്കും ഉണ്ടാകരുതെന്നും നിയാസ് പറഞ്ഞു. ഞങ്ങൾ 5 മാസമായിട്ട് വിക്ടോറിയയിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ വെച്ച് തന്നെ ഈ സെർവിക്കിന് വികാസം ഉണ്ടായതുകൊണ്ട് സ്റ്റിച്ചിടാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ സ്റ്റിച്ച് ഇടുന്നതിന് വേണ്ടി വിക്ടോറിയ തന്നെ ഇട്ടായിരുന്നു സ്റ്റിച്ച്. എന്നിട്ട് അവിടുന്ന് ഒരു 4-5 ദിവസം അവിടെ കിടന്നതിന് ശേഷം പിന്നീട് വീട്ടിൽ പറഞ്ഞു വിട്ടു. എന്നിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞ് പിന്നെ വരാൻ പറഞ്ഞു. അങ്ങനെ ഈ 2 ആഴ്ചയിൽ ഇടയ്ക്ക് വെച്ച് പിന്നെയും ഭയങ്കരമായ വേദന വരികയും അതിനെ തുടർന്ന് പിന്നെയും വിക്ടോറിയ പോവുകയും അപ്പം അവിടെ നിന്ന് നേരെ SATയിലേക്ക് അവർ റെഫർ ചെയ്യുണ്ടായപ്പോൾ തന്നെ SAT എത്തുകയും അവിടുന്ന് ഒരു 4 ദിവസം അവിടെ കിടക്കുകയും ചെയ്തു. 4 ദിവസം ഈ കിടക്കുമ്പോൾ തന്നെ അവർ പറയുന്നത് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. അതായത് ഞങ്ങൾ SAT പോയ കാരണം തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലൂയിഡ് ഡിസ്ചാർജ് ചെയ്യാനുള്ള സംഭവം കൊണ്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പ്രസവം ഉണ്ടാവാമെന്ന് ഇങ്ങനെ ഈ വിക്ടോറിയയിലെ ആ ഡോക്ടർ പറയുകയും അങ്ങനെയാണ് പോകുന്നത്. അവിടെ എത്തിയതിന് ശേഷം ഏകദേശം ഒരു 4 ദിവസത്തോളം ഞങ്ങളവിടെ കിടക്കുകയുണ്ടായി. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രോഗിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കെയർ ചെയ്യേണ്ട രോഗിയാണ്. കാരണം ഈ സെർവിക്കിന് ഇത് വന്നു കഴിഞ്ഞാൽ അവിടെ 1-2 മാസം അവിടെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യമുണ്ട്. എന്ന് വെച്ചാൽ ആ സംഭവമുണ്ട്. അതവർ ചെയ്യാതെ എത്രയും പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് എഴുതി തരികയുണ്ടായി. അത് ആ മേഖലയുടെ ഒരു അനാസ്ഥയും പരാജയമാണ്. 5 മാസം വരെ കൊല്ലം ഗവൺമെന്റ് വിക്ടോറിയ ആശുപത്രിയിലായിരുന്നു സജിനയുടെ ചികിത്സ. ഇതിനിടെ ഗർഭാശയമുഖം വികസിച്ചതിനെ തുടർന്ന് തുന്നലിട്ട് വിശ്രമം നിർദ്ദേശിച്ചു വിട്ടു. 7 മാസം വരെ ഇങ്ങനെ നോക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും 6 ദിവസം കഴിഞ്ഞപ്പോൾ വേദനയുണ്ടായി. വീണ്ടും വിക്ടോറിയയിൽ ചെന്നു. ഉടൻ തന്നെ SAT ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ പറഞ്ഞു. 19-ന് വൈകിട്ട് റെഫർ ചെയ്ത് അവിടെ എത്തി സ്കാനിംഗ് ഉൾപ്പെടെയുള്ള പരിശോധനകൾ ചെയ്തെങ്കിലും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. 3 ആഴ്ച കഴിഞ്ഞ് എത്തണമെന്ന് നിർദ്ദേശിച്ച് മരുന്നുകൾ നൽകി. 22-ന് വൈകിട്ട് ഡിസ്ചാർജ് ചെയ്തു. വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ കൊട്ടിയം മൈലക്കാട് എത്തിയപ്പോൾ വേദന മൂർച്ഛിച്ചു. ഗർഭാശയദ്രവം ചോർന്നു പോവുകയും ചെയ്തതിനെ തുടർന്ന് സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. 23-ന് രാവിലെ സജിന പ്രസവിച്ചെങ്കിലും കുഞ്ഞു മരിച്ചു. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി തുടർ നടപടിക്കായി ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് കൈമാറിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചവറ.